ഇത് 2 ഗ്ലാസ് കുത്തരി വെള്ളത്തിലിട്ട്, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കുത്തരി ഇന്നലെ വെള്ളത്തിലിട്ടു. 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർന്ന് വാരി വെച്ചിട്ട് പൊടിച്ച് പുട്ടുണ്ടാക്കാം. പുട്ടിന് കൂട്ടാനുള്ള കടലക്കറിക്ക് കടല ഇന്നലെ വെള്ളത്തിലിട്ട് രാത്രിക്ക് ഇന്നിപ്പോൾ രാവിലെ എടുത്ത് കുക്കറിൽ വെച്ച് ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് കറിയാക്കാം. അരിപ്പൊടി വെള്ളം പാലാൻ വെച്ചു. മിക്സി ഡ്രൈ ഗ്രൈൻഡറിലിട്ട് പൊടിച്ച് പുട്ടുണ്ടാക്കുക. കുറേശ്ശായിട്ട് പൊടിക്കുന്നു. അരി കുറേശ്ശായിട്ട് പൊടിച്ചെടുത്തു. അരി പൊടിച്ചു. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഇളക്കി. വെള്ളം വേണമെങ്കിൽ കുറച്ചൊരു സ്പൂൺ വെള്ളം ഇട്ട് ഇളക്കി പുട്ടിന് നനച്ച് വയ്ക്കാം. ഉപ്പിട്ട് ഇനി ഒരു സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി നനച്ച് വെക്കണം. അരിപ്പൊടി വറക്കുന്നില്ല, വറക്കാതെ തന്നെ പുട്ടിലേക്കും കിടക്കുന്നു. പുട്ടുണ്ടാക്കാം. 2 സ്പൂൺ വെള്ളം ഒഴിച്ചു. തേങ്ങ ചിരണ്ടിയിട്ട് പുട്ടുകുറ്റിയിൽ പുട്ട് വിടുന്നു. പുട്ടിന് ചേർക്കാനുള്ള തേങ്ങ ഈ അരിപ്പൊടി കുറ്റിയിൽ വാരിയിട്ട് പുട്ട് വിഴുങ്ങുന്നു. കടല പുഴുങ്ങി ഇനി സബോളയൊക്കെ വഴറ്റിയിട്ട് അരപ്പി വെക്കാം. കടലുണ്ടാക്കാം. പുട്ട് ആയിരുന്നു ഈ വറുത്തിട്ടിട്ട് 5 മിനിറ്റ് പുട്ട് കിട്ടാം. സബോള വഴറ്റിയിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഇതൊക്കെ വഴറ്റിട്ട് കടലക്കറി വഴറ്റാം. പൊടികളൊക്കെ ചേർത്ത് ഇട്ട് കഴിയുമ്പോൾ കടല പുഴുങ്ങിയിട്ട് ഇളക്കാം. കടല ഇട്ടിളക്കി കടലക്കറി റെഡി. പുട്ട് കുത്തി അടുത്ത പുട്ട് അടുപ്പത്ത് വെച്ചു. കടലക്കറി തിളച്ചു. ചെമ്മീൻ, മാങ്ങ, മുരിങ്ങക്കോല് ഇതെല്ലാം ചേർത്ത് ചാറുകറി വെക്കാനായിട്ട് ഉള്ള സാധനങ്ങൾ: തേങ്ങ, വറ്റൽമുളക് ചുടുവെള്ളത്തിലിട്ട് കുതിർത്ത് തേങ്ങ, മുളക് ഇതൊക്കെ അരച്ചെടുക്കുന്നു. ചെമ്മീൻ വറുത്തിട്ട് തലകളഞ്ഞെടുക്കാം. ഇതൊക്കെ അരിഞ്ഞ് വഴറ്റി കറിയാക്കാം. ചെമ്മീൻ, മാങ്ങ കറി വെക്കാനായിട്ട് അരപ്പ് ആദ്യം അരച്ചെടുക്കുന്നു. ഉണക്ക ചെമ്മീൻ വറുത്തെടുക്കുന്നു. ചെമ്മീൻ മുട്ടും ചൂടാറി കഴിയുമ്പോൾ അതിൻ്റെ തലേമാനം പറിച്ച് മുരിങ്ങ, മാങ്ങ കറി വെക്കാനുള്ള സാധനങ്ങൾ: കുറച്ച് പഴുത്ത മാങ്ങ, പഴുക്കാറായ ചനച്ച മാങ്ങ, കുറച്ച് പച്ചമാങ്ങ, ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, സബോള, തേങ്ങ, മുളക് അരച്ചത്. കറി വയ്ക്കാം. സബോള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയൊക്കെ ആക്കി ഇതിലേക്ക് മുരിങ്ങക്കായും മാങ്ങയിട്ട് വയ്ക്കുന്നു. ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ഇതിൽ ചേർക്കണം. പിന്നെ വഴി പഴുത്തമാണ് തണുത്ത
ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി വെച്ച് ഉപ്പും മഞ്ഞളും ചേർത്തതിന് ശേഷം നീര് വെച്ച് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് കാശ്മീർ ചില്ലി പൗഡർ, ഉപ്പ്, മഞ്ഞൾ ഇതൊക്കെ ചേർത്ത് ഇനി മൂടി വെച്ച് വേവിക്കുന്നു. ഇനി ഇതിലേക്ക് ചെമ്മീൻ്റെ തല കളഞ്ഞിടുന്നു. തിളച്ച് കഴിയുമ്പം അരപ്പ് ചേർത്തിട്ട് വേവിക്കും. ചെമ്മീൻ ഇട്ട് തിളച്ചു. ഇതിലേക്ക് അരപ്പ് ചേർക്കുന്നു. മുരിങ്ങക്കോല്, മാങ്ങ, ചെമ്മീൻ ചാറുകറി. ചാമ്പങ്ങ പുഴുങ്ങിയത്, തോരൻ വെക്കാനുള്ള സാധനങ്ങൾ. ചാമ്പങ്ങ ചെറുതായിട്ട് അരിയാം, തോരൻ വെച്ചിരുന്നു. ചാമ്പങ്ങ തോരൻ വെക്കണമെങ്കിൽ ഉള്ളി, മഞ്ഞൾ, കറിവേപ്പില വഴറ്റിയിട്ട് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ചാമ്പങ്ങ ഞാൻ ചേർത്ത് ചാമ്പങ്ങ ഇട്ട് ഇളക്കുന്നു. വെള്ളം വറ്റിച്ച് കഴിഞ്ഞിട്ട് തേങ്ങ ചരണ്ടിലിട്ട് ഇടണം. ചാമ്പങ്ങ തോരൻ തേങ്ങ ചരണ്ടിലിട്ട് ഇളക്കി വെള്ളം വറ്റി